ഹലോ ഫ്രണ്ട്സ്, അന്നേരം നമുക്ക് 13 മുതലുള്ള ചോദ്യങ്ങൾ എങ്ങനെയാ ചെയ്യുന്നത് നോക്കാമല്ലോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഇതൊരു ലിമിറ്റ്സിൽ നിന്നുള്ള ചോദ്യമാണ്. എന്താണ് ചോദ്യം പറയുന്നത്? ലിമിറ്റ് ടി ടെൻസ് ടു 0 2t minus 3 into t minus 2 divided by t minus 3 into t 2 3 into t plus 2 divided by t അല്ലെ. t തന്നെ ഡിനോമിനേറ്ററിലായതുകൊണ്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാമല്ലോ. 2t minus 3 into t minus 2 minus of 3 into t plus 2 whole divided by ടി എന്നാണ് ഇതിന്റെ അർത്ഥം അല്ലെ. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ലിമിറ്റിന്റെ ചോദ്യം കണ്ട ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് ഫോം ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ടി 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്ര വരും? ഇത് ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ ലിമിറ്റ്സ് എത്ര വരുന്നത്? ഇത് -3 ഇൻറ്റു -2 -3 ഇൻറ്റു 2 എന്ന് വരില്ലേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ 0 ആണ്, ന്യൂമറേറ്ററും 0 അല്ലേ. -3 into -2 എന്ന് പറയുന്നത് 6, 6 minus 6 എന്ന് പറയുന്നത് 0/0 ഫോം ആണ്. ഓൺ ഡയറക്ട്ലി അപ്ലൈയിങ് ദ ലിമിറ്റ്സ് ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഇസ് ഗിവിംഗ് യു a 0/0 ഫോം. 0/0 ഫോമും ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമും നമുക്ക് കിട്ടുമ്പോൾ എന്താണ് ആദ്യം മനസ്സിലേക്ക് വരേണ്ടത്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആശുപത്രിയിൽ പോകുന്ന ഒരു റൂള്, എൽ ഹോസ്പിറ്റൽസ് റൂള്, ലോപ്പിറ്റൽ റൂൾ എന്ന് പറയുന്ന റൂൾ അല്ലേ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. സോ അതെന്താണ് പറയുന്നത്? ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ ഇസ് സെയിം ആസ് ലിമിറ്റ് ഓഫ് ഇറ്റ്സ് ഡെറിവേറ്റീവ് എന്നല്ലേ പറയുന്നത്. അതായത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എങ്ങനെ ചെയ്യുന്നത്? 2t minus 3 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് t minus 2 എന്ന് പറയുന്നത് 1 അല്ലേ, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ അതായത് t minus 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 2t minus 3 എന്ന് പറയുന്നത് 2 അല്ലേ, മൈനസ് 3 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് t plus 2 എന്ന് പറയുന്നത് 1 ആണ്. ഇതായിരിക്കണമല്ലോ ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ്. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് 1 ആണല്ലോ. നൗ യു ക്യാൻ അപ്ലൈ ദ ലിമിറ്റ്സ്. ഇപ്പോൾ ലിമിറ്റ്സ് അപ്ലൈ ചെയ്താൽ എന്ത് പറ്റും? 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ -3 വരും ഇവിടെ, പ്ലസ് -2 ഇൻറ്റു 2 -3 എന്ന് വരില്ലേ. അതായത് -3 -4 -3 എന്ന് വരില്ലേ. അതായത് ടോട്ടൽ ആയിട്ടുള്ള ഉത്തരം എന്താണ്? -10 എന്ന് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കണം ഇവിടുത്തെ ശരി ഉത്തരം വരുന്നത്. ഓപ്ഷൻ ബി -10 ആണ് നമ്മുടെ ശരി ഉത്തരം ഇവിടെ. ഓക്കെ, ഓൾറൈറ്റ്. ഏത് റൂളാണ് അപ്ലൈ ചെയ്തത്? എൽ ഹോസ്പിറ്റൽസ് റൂൾ ഓർ ലോപ്പിറ്റൽ റൂൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ 2-3 ചോദ്യമെങ്കിലും ഒക്കെ നമുക്ക് ലിമിറ്റിൽ നിന്ന് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അടുത്തത്, ഇഫ് എഫ് ഓഫ് എക്സ് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, then the value of limit x tends to 3 plus 3 minus 3 plus എന്ന് പറഞ്ഞാൽ -3യെക്കാട്ടിലും കൂടുതലുള്ള ഭാഗത്ത്. അതായത് ഫംഗ്ഷൻ എന്താണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? അതായത് ലിമിറ്റ് x tends to -3 plus എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഏത് ഫംഗ്ഷൻ ആണ്? എക്സ് ഇൻറ്റു കോസ് പൈ ബൈ 3x. ഇതല്ലേ ഫംഗ്ഷൻ. ഇനി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ലിമിറ്റ് ഡയറക്ട്ലി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -3 പ്ലസ് എന്ന് പറഞ്ഞാൽ -3യിൽ നിന്ന് ചെറുതായിട്ട് കൂടുതലായിട്ടുള്ള, അതായത് -3 എന്ന് തന്നെ ഇടാമല്ലോ. -3 ഇൻറ്റു കോസ് ഓഫ് പൈ ബൈ 3 ഇൻറ്റു -3 എന്ന് നമുക്ക് കിട്ടും. ശരിയല്ലേ? അതായത് ഇത് -3 ഇൻറ്റു കോസ് ഓഫ് -π എന്ന് വരില്ലേ, കാരണം 3യും -3യും പോയിട്ട് -1 വന്നു. ദാറ്റ് ഇസ് -3 ഇൻറ്റു കോസ് ഓഫ് -x എന്ന് പറയുന്നത് കോസ് എക്സ് അല്ലേ. അതായത് -3 ഇൻറ്റു കോസ് ഓഫ് പൈ എന്ന് വരും. കോസ് ഓഫ് പൈ എത്രയാണ്? നമുക്കറിയാം കോസ് ഓഫ് പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് -1 ആണെന്ന് എല്ലാവർക്കും തന്നെ അറിയില്ലേ. കോസ് പൈ എന്ന് പറയുന്നത് -1 ആണ്. അങ്ങനെയാണെങ്കിൽ കോസ് പൈ -1 ആണെങ്കിൽ ഇത് -3 ഇൻറ്റു -3 എന്ന് പറയുന്നത് എത്രയാവും? +3 എന്ന് ഉത്തരം കിട്ടും. ഓപ്ഷൻ എ ആയിരിക്കണം നമ്മുടെ ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 log of 1 plus x plus 1 minus 1 e raised to x divided by 4x square minus 9x. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എത്ര വരും? ലോഗ് 1 വരും, ഇത് 1 - 1 വരും, ഡിവൈഡഡ് ബൈ 0 എന്ന് വരും. അതായത് ലോഗ് 1 എന്ന് പറയുന്നത് എത്രയാണ്? ലോഗ് 1 എന്ന് പറയുന്നത് 0 തന്നെയല്ലേ. ലോഗ് ഓഫ് 1 എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് 0/0 ഫോം അല്ലേ. അപ്പൊ വീണ്ടും ഏത് റൂൾ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം? എൽ ഹോസ്പിറ്റൽസ് റൂൾ തന്നെ അപ്ലൈ ചെയ്യാം. അങ്ങനെ നമ്മൾ ലോപ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ചെയ്യാം. ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ എന്താണ്? ലോഗ് ഓഫ് 1 plus x ന്റെ ഡെറിവേറ്റീവ് 1/1 plus x ആണ് അല്ലെ. പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് 0 ആണ്, മൈനസ് ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയാണ്, ഡിവൈഡഡ് ബൈ 8x എന്ന് വരത്തില്ലേ, 4x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് -9. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അഗെയിൻ എന്ത് വരും? ഇത് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ഇ റേസ് ടു 0 എന്ന് പറയുന്നത് അത് അഗെയിൻ 1 തന്നെ അല്ലേ. ശരിയാണല്ലോ. 1 ഡിവൈഡഡ് ബൈ 1 ഡിവൈഡഡ് ബൈ ഇത് എത്രയാണ്? -9 എന്ന് വരും. അതായത് 0/-9 എന്ന് പറയുന്നത് 0 എന്ന് വരും. സോ ശരി ഉത്തരം ഓപ്ഷൻ ഇ ആണ്. 15ന്റെ ഉത്തരം ഓപ്ഷൻ ഇ ആണ് ഇവിടെ.
അതേപോലെ തന്നെ നമുക്ക് ഈ ചോദ്യം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ലിമിറ്റ് t ടെൻസ് ടു 0 സൈൻ ഓഫ് ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ ടി ഇൻറ്റു സൈൻ ഓഫ് 5t ഇങ്ങനെ എഴുതാം അല്ലെ. ഇത് നമുക്ക് ലിമിറ്റ് t ടെൻസ് ടു 0 സൈൻ ഓഫ് ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ എന്ന് ഞാൻ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്? അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്ലൈ ബൈ ടിയും ചെയ്യണമല്ലോ, കാരണം ഡിനോമിനേറ്ററിൽ ടി ഉള്ളൂ. അതിനെ ടി സ്ക്വയർ ആക്കി കഴിഞ്ഞാൽ ന്യൂമറേറ്ററിലും അതേ ചേഞ്ച് തന്നെ വരുത്തണം. ഇൻറ്റു സൈൻ ഓഫ് 5t എന്ന് നമുക്ക് എഴുതാം. ശരിയല്ലോ? ഇതിനെ തന്നെ നമുക്ക് വീണ്ടും ഇങ്ങനെ എഴുതിക്കൂടെ? ലിമിറ്റ് t ടെൻസ് ടു 0 സൈൻ ഓഫ് ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ ഇൻറ്റു സൈൻ ഓഫ് 5t ഡിവൈഡഡ് ബൈ ടി എന്ന് എഴുതാലോ. ആ ന്യൂമറേറ്ററിലുള്ള ടി എങ്ങനെ എഴുതാലോ? ശരിയല്ലേ? ഇനി ഒരു മാനിപ്പുലേഷൻ ഇവിടെ അഗെയിൻ ചെയ്യാം. സൈൻ ഓഫ് 5t 5 കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്ത് ആരും നമ്മൾ എതിർക്കില്ലല്ലോ. ശരിയല്ലേ? ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സൈൻ ഓഫ് ടി സ്ക്വയർ ബൈ ടി സ്ക്വയറും സൈൻ ഓഫ് 5t ബൈ 5tയും ഓൺ അപ്ലൈയിങ് ദി ലിമിറ്റ്സ് എന്ത് പറ്റും? അതിന്റെ വാല്യൂ എത്രയായി മാറും? 1 ആയി വരും അല്ലെ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് 1. ലിമിറ്റ് എനിത്തിങ് ടെൻസ് ടു 0 സൈൻ ഓഫ് ദ സെയിം തിങ് ഡിവൈഡഡ് ബൈ ദ സെയിം തിങ് എന്ന് പറയുന്നത് എപ്പോഴും 1 അല്ലേ. അന്നേരം ഇത് 1 ആയിട്ട് വന്നു, പിന്നെയും ഡിനോമിനേറ്ററിൽ ഒരു 5 വന്നു അല്ലെ. 1/5 അല്ലേ, കാരണം ഈ പാർട്ടും 1 ആയി ഈ പാർട്ടും 1 ആയി. സോ ബേസിക്കലി ഈ 5 ഇവിടെ ഡിനോമിനേറ്ററിൽ വന്നു, 1/5 ആയി മാറി. സോ ഓപ്ഷൻ ഡി ആയിരിക്കണം ഇവിടുത്തെ ശരി ഉത്തരം. എല്ലാവർക്കും തന്നെ അറിയാമല്ലോ, ലിമിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ലിമിറ്റ് ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറയുന്നത് 1 ആയിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഈ ചോദ്യം ചെയ്യാം. ലെറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 3x plus 6 ആണ്, വേർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ഉം x square minus 3x minus 1 ആണ് when x less than c, where c is a constant. The values of c for which f is continuous. f continuous ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് എത്ര വരും? c square minus 3c minus 1 അല്ലേ. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് ലെഫ്റ്റ് ഓഫ് c. That should be same as right hand limit. Right hand limit at c എത്ര വരും? 3c plus 6 എന്ന് വരും. മനസ്സിലായല്ലോ? സോ ദിസ് ഈസ് c square minus 6c minus 7 is equal to 0 എന്ന് നമുക്ക് എഴുതിക്കൂടെ? ഇതിനെ എഴുതാമല്ലോ ഈസി ആയിട്ട്. അതായത് സി സ്ക്വയർ നമുക്ക് -7 -7 -1 -7c+c എന്ന് എഴുതിക്കൂടെ? -7 is equal to 0. അതായത് c into c minus 7 plus 1 into c minus 7 is equal to 0. അതായത് c minus 7 കോമൺ എടുത്തു കഴിഞ്ഞാൽ c minus 1 7 into c plus 1 0 ആണ്. അങ്ങനെയാണെങ്കിൽ c എന്ന് പറയുന്നത് 7ഉം -1ഉം വരാം. 7ഉം -1ഉം വരുന്ന ഏത് ഓപ്ഷൻ ആണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഇവിടെ കിട്ടുന്ന ശരി ഉത്തരമായിട്ട് കിട്ടുന്നത്. മനസ്സിലായല്ലോ? 7ഉം -1. അപ്പൊ നമുക്ക് 18ാമത്തെ ചോദ്യം കൂടെ ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 3x² plus ax minus 2 divided by x² minus x minus 6 is a finite number and the value of a is equal to. ഇതൊരു ഫൈനൈറ്റ് നമ്പർ ആണ്. എന്നാൽ ലിമിറ്റിന്റെ ഏത് ചോദ്യത്തിനും ആദ്യം എന്താ ചെയ്യേണ്ടത്? ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് 3 into -2 the whole square plus a into -2 -2 divided by -2 the whole square minus of -2 -6 എന്ന് വരും. അതായത് ഇത് എത്രയാണ് വരുന്നത്? 3 into 4 12 -2a -2 divided by ഡിനോമിനേറ്ററിൽ എത്ര വന്നു? 4ഉം 0 വന്നു അല്ലെ. അതായത് ഇത് 10 - 2a divided by 0 വന്നു. ഇതൊരു ഫൈനൈറ്റ് നമ്പർ ആവണമെങ്കിൽ നമുക്ക് എന്തായിരുന്നു ആക്ച്വലി ചെയ്യേണ്ടത്? ഡിനോമിനേറ്റർ 0 വന്നുകൊണ്ട് അതൊരു ഫൈനൈറ്റ് നമ്പർ ആവാൻ പറ്റുമോ? പറ്റുന്ന കേസ് എപ്പോഴാണ്? ലിമിറ്റിൽ 0/0 ഫോം വന്നു കഴിഞ്ഞാൽ ലോപ്പിറ്റൽ അപ്ലൈ ചെയ്തിട്ട്, മനസ്സിലായില്ലേ? ലോപ്പിറ്റൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ലിമിറ്റ് കണ്ടുപിടിച്ച് അതിൽ നിന്ന് എയുടെ ഫൈനൈറ്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ ഇപ്പൊ ഇവിടെ എന്തായിരിക്കണം സംഭവിക്കേണ്ടത്? ടെക്നിക്കലി ഓൺ അപ്ലൈയിങ് ഡയറക്റ്റ് ലിമിറ്റ്സ് ന്യൂമറേറ്ററും 0 ആയിരിക്കണം. ആ ലോജിക്ക് മനസ്സിലായല്ലോ? അതായത് 10 - 2a should be equal to 0 എന്ന് പറയണം. അതായത് 2a 10 ആണെങ്കിൽ എയുടെ വാല്യൂ എത്രയാണ്? 5 എന്ന് വന്നു. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. മനസ്സിലായല്ലോ? സോ ലിമിറ്റിലുള്ള ചോദ്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കേരളം പഠിക്കട്ടെ, കേരളത്തിൽ എല്ലാവരും നല്ല സ്കോർ മാർക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. കീപ് സ്റ്റഡിയിങ് വെൽ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ടെലിഗ്രാമിൽ എന്റെ ചാനൽ ഉണ്ട്, ടീച്ച് കേരളയുടെ ചാനൽ. എല്ലാവർക്കും ഷെയർ ചെയ്യുക. യൂട്യൂബ് ചാനലും ടെലിഗ്രാം ചാനലും എല്ലാവരും വരട്ടെ, എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും വളരട്ടെ. അതുവരേക്കും ബൈ ബൈ. ഹാവ് എ നൈസ് ടൈം.